ഞാനൊരു യാത്ര പോവുകയാണ്. എൻ്റെ യാത്രകൾ എപ്പോഴും ആരംഭിക്കുന്നത് മനസ്സിൽ കാറും കോളും വന്ന് നിറയുമ്പോഴാണ്. ഇന്നും അതെ, പെയ്യാൻ വെമ്പി നിൽക്കുന്ന ഒരു മനസ്സുമായി ഞാൻ എൻ്റെ ബാഗ് തോളിലേറ്റി ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. എപ്പോഴും യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് സമ്മാനിക്കുന്നത് സമ്മിശ്ര വികാരങ്ങളാണ്. ചിലപ്പോൾ ആനന്ദം, ചിലപ്പോൾ ഏകാന്തത, മറ്റു ചിലപ്പോൾ പ്രണയം, അസ്തിത്വ ദുഃഖം എന്നിങ്ങനെ പോകുന്നു ആ നീണ്ട നിര. എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരിടം, അവിടേക്കാണ് ഈ ട്രെയിൻ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കരിമ്പനകൾ അതിരിടുന്ന, പിച്ചിപ്പൂവിൻ്റെയും തമിഴിൻ്റെയും ഗന്ധം കൂടിക്കലർന്ന് കിടക്കുന്ന പാലക്കാട്. ഇന്ന് ഞാൻ കോട്ടയിൽ വന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ സ്ഥിരം നിൽക്കാറുള്ള ലേഡീസ് ഹോസ്റ്റലിൽ പോയി വിശ്രമിച്ച ശേഷം വൈകുന്നേരത്തോടെ ഞാൻ കൽപ്പാത്തിയിലേക്ക് തിരിച്ചു. മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന കൽപ്പാത്തി. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് കൽപ്പാത്തിയിൽ എത്തിച്ചേരാം. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും കൽപ്പാത്തിയിലേക്കുള്ള ബസ് നമുക്ക് ലഭിക്കും. അതേപോലെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൽപ്പാത്തിയിലേക്കുള്ള ദൂരം. ഒരു ബസ്സിൻ്റെ ഹോണടി ശബ്ദം കേൾക്കുന്നുണ്ട്. ദൂരെ നിന്നും ബസ് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. കൽപ്പാത്തി അഗ്രഹാര തെരുവിലൂടെ കടന്നു പോകുന്ന വിരളം ചില ബസ്സുകളും ഇവിടെ ഉണ്ട്. ചെറിയ മഴച്ചാറ്റിനിടയിലൂടെ ശാന്തമായി കിടക്കുന്ന അഗ്രഹാര തെരുവിലൂടെ ഞാൻ പതിയെ മുന്നോട്ട് നടന്നു നീങ്ങി. ഈ വഴി വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ക്ഷേത്രമാണ്. ലക്ഷ്മി നാരായണ പെരുമാൾ ടെമ്പിൾ. സമയം 4:30 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര നട തുറന്നിട്ടില്ല. 5 മണി ആവണം ഇവിടുത്തെ നട തുറക്കാൻ. അതുകൊണ്ട് വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ പോയ ശേഷം മടങ്ങി വരുന്ന വഴിയിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താമെന്ന് കരുതി ഞാൻ മുന്നോട്ട് നടന്നു നീങ്ങി. ഈ അഗ്രഹാര തെരുവിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കൽപ്പാത്തി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഈ അഗ്രഹാര തെരുവ് വീഥികളാണ്. തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണരുടേതാണ് ഈ അഗ്രഹാരങ്ങൾ. പുലർച്ചെ ഈ വഴി വരുമ്പോൾ നമുക്ക് അഗ്രഹാരങ്ങളുടെ ഒക്കെ മുൻപിൽ അരിപ്പൊടി കോലങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ചില അഗ്രഹാരങ്ങളുടെ മുന്നിൽ ഞാൻ പെയിന്റ് കൊണ്ട് സ്ഥിരമായി തീർത്ത ചില കോലങ്ങളും കണ്ടു. പ്രശസ്ത രഥോത്സവം നടക്കുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രം. വാരണാസിയിലെ കാശി ക്ഷേത്ര സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ പുരോഹിതന്മാരാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്നത്. AD 1425 പണി കഴിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ഇവിടെ എല്ലാ വർഷവും തുലാമാസത്തിൽ രഥോത്സവം നടക്കുന്നു. കൽപ്പാത്തി രഥോത്സവം പാലക്കാടിൻ്റെ ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാണ്. 6 വർഷം മുൻപ് നടന്ന ഒരു രഥോത്സവത്തിൽ ഞാൻ പങ്കെടുത്തത് ഓർത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നടക്കുകയാണ്.
ക്ഷേത്രത്തിൽ നിന്നും കൽപ്പാത്തി പുഴയിലേക്കുള്ള പടവുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കൽപ്പാത്തിപ്പുഴ. പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന മലയിടുക്കിൽ നിന്നാണ് കൽപ്പാത്തിപ്പുഴ ഉത്ഭവിക്കുന്നത്. 4 അരുവികൾ ചേർന്നതാണ് കൽപ്പാത്തിപ്പുഴ ഉണ്ടാകുന്നത്. മലമ്പുഴ, വാളയാർ, കോരയാർ, വരട്ടാറ് എന്നിവയാണ് അവ. മഴ പെയ്തതുകൊണ്ടാവാം പുഴ നിറഞ്ഞു കിടക്കുന്നു. നദിക്ക് ചുറ്റും നമുക്ക് കാണാവുന്നത് പോലെ ധാരാളം പാഴ്ചെടികൾ വളരുന്നുണ്ട്. ഇത് പുഴ ഇടുങ്ങിയതായി തോന്നിപ്പിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി. നട തുറക്കാൻ സമയമായി. തൽക്കാലം ചിത്രീകരണം മതിയാക്കി ഞാൻ പതിയെ ക്ഷേത്ര സന്നിധിയിലേക്ക് കടന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ അവിടെ ബൊമ്മക്കൊലു വച്ചിരിക്കുന്നതായി കാണാൻ സാധിച്ചു. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നവരാത്രി കാലത്തായതിനാൽ അഗ്രഹാരങ്ങളിലുടനീളം ബൊമ്മക്കൊലു ഒരുക്കി വച്ചിരിക്കുന്നത് കാണുവാൻ സാധിച്ചു. വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗണപതി കോവിൽ. അവിടെ നിന്നുള്ള ഭഗവത്ഗീത ശ്ലോക പാരായണമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസോ ന ഗതാസോശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ പുറത്ത് നല്ല മഴ. ഗീതാ ശ്ലോകം കേട്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഓരത്തായി തെരുവ് കാഴ്ചകൾ കണ്ട് മഴ തോരാനായി ഞാൻ കാത്തുനിന്നു. മഴ ചെറുതായി ഒന്ന് ശമിച്ചപ്പോൾ ഞാൻ തെരുവിലേക്ക് ഇറങ്ങി നടന്നു. പാലക്കാട്ട് എന്ത് ഉത്സവം വന്നാലും അവിടുത്തെ ഒരു അവിഭാജ്യ ഘടകമാണ് കരിമ്പ്. നമുക്ക് എല്ലായിടത്തും ഇതേപോലെ കരിമ്പുകൾ കൂട്ടിവെച്ചിരിക്കുന്നതായി കാണാം. ഞാനിപ്പോൾ പോകുന്നത് ഒരു പൂജാ സ്റ്റോഴ്സിലേക്കാണ്. അവിടെ പൂജാ സാധനങ്ങൾ മാത്രമല്ല, ഒരുപാട് കൊണ്ടാട്ടങ്ങളും കിട്ടും. അവിടെ എന്തൊക്കെ കൊണ്ടാട്ടങ്ങൾ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കടയുടെ മുന്നിലായി തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. താമരവളയം, പാവയ്ക്ക, ചുണ്ടയ്ക്ക, പയറ്, അച്ചിങ്ങ, അങ്ങനെ നീണ്ട ഒരു നിര തന്നെയാണ്.
ഇവിടെ കടയുടമ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിയും വരെ നമുക്ക് ഈ കടയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് മുറുക്കും താമര വളയത്തിൻ്റെ കൊണ്ടാട്ടവുമാണ്. മടങ്ങിപ്പോകും വഴി ഞാൻ ലക്ഷ്മി നാരായണ പെരുമാളിൻ്റെ കോവിലിൽ കയറി ദർശനം നടത്തി. ഞാൻ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. മഴയുള്ളതുകൊണ്ടാവാം ഇപ്പോഴേ ഇരുട്ട് പടർന്നിരിക്കുന്നു. മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ പതിവായി ചായ കുടിച്ചിരുന്ന ഒരു ടീ സ്റ്റോൾ കണ്ടു. പ്രിയപ്പെട്ടത് പലതും ഉപേക്ഷിച്ച കൂട്ടത്തിൽ ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ചായയും ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചായ കുടിക്കാൻ ഒരു കൊതി തോന്നിയതുകൊണ്ട് ഞാൻ ഈ ടീ സ്റ്റോളിലേക്ക് കടന്നു. അവിടെ ചെന്ന് ഒരു ചായ പറഞ്ഞു. കുറച്ച് സമയം കാത്തിരുന്ന ശേഷം എനിക്ക് ചായ കിട്ടി. പക്ഷെ ചായ മുന്നിൽ വന്നപ്പോഴേ മനസ്സിലായി അത് തണുത്ത ചായയാണെന്ന്. നിരാശയോടുകൂടി ഞാൻ ആ ചായ കുടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കൽപ്പാത്തിയിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോവുകയാണ്. തിരികെ ഹോസ്റ്റലിലേക്ക് പോകുവാനായി ഞാൻ കോട്ട മൈതാനം വഴി പോകുന്ന ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് സുൽത്താൻപേട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പുവിൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്നു പണ്ട് പാലക്കാട്. ടിപ്പുവിൻ്റെ പേരുമായി ബന്ധപ്പെട്ടായിരിക്കണം ഈ സ്ഥലത്തിന് സുൽത്താൻപേട്ട് എന്ന പേര് ലഭിച്ചത്. എൻ്റെ ഹ്രസ്വമായ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് ഹോസ്റ്റലിൽ പോയി രാത്രി കിടന്ന് ഉറങ്ങിയ ശേഷം രാവിലെ എൻ്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കും.